ഹായ് വ്യൂവേഴ്സ്, ആർ ജെ തേര അവർ ട്രാവൽ പാർട്ട്ണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ മഹാരാഷ്ട്രയിൽ നിന്ന് യാത്ര തിരിച്ച് രാജസ്ഥാനിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. എത്തിയിട്ട് കുറച്ച് ദിവസമായി. പിന്നെ ഈ ലാസ്റ്റ് പാർട്ട് വീഡിയോ ഇതുവരെ ഇട്ടില്ലായിരുന്നു. നമ്മൾ ഗുജറാത്തിൽ നിന്ന് ഇനി രാജസ്ഥാനിലോട്ട് വരുന്ന വഴിയുടെ വീഡിയോ ഒക്കെ ഇടാമെന്ന് വിചാരിച്ച്. അതിനിടയ്ക്ക് ഓണമൊക്കെ ആയതുകൊണ്ട് ഓണത്തിൻ്റെ വീഡിയോയും ഒക്കെ എടുക്കണമായിരുന്നു. അപ്പം തിരക്കൊക്കെ ആയിരുന്നു, ക്വാർട്ടറൊക്കെ സെറ്റ് ആവണമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരുപാട് താമസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ വീഡിയോ കുറച്ച് ഭാഗങ്ങളായിട്ടായിരുന്നു ഇട്ടത്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് പാർട്ട് നമ്മളിപ്പം ഗുജറാത്തിൽ നിന്ന് രാജസ്ഥാനിലോട്ട് പോകുന്ന വഴിയാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം മഹാരാഷ്ട്രയിൽ നിന്ന് തിരിച്ചിട്ട് ത്രയംബകേശ്വർ അമ്പലത്തിൽ പോയായിരുന്നു. അവിടെ ഒരു ജ്യോതിർലിംഗം ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടിട്ട് അടുത്ത ദിവസം നമ്മൾ അവിടെ നിന്ന് ഗുജറാത്തിൽ നിന്ന് പിന്നെ ഒരു നൈറ്റ് അവിടെ ഹോട്ടലിൽ തങ്ങിയിട്ട് അടുത്ത ദിവസം രാവിലെയാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പം നമ്മൾ രാവിലെ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇറങ്ങി. അപ്പോൾ ഇനി നമ്മൾ പോകുന്ന വഴി ഗുജറാത്തിലൂടെയുള്ള വഴികളാണ്. ഇപ്പം നമ്മൾ ഒരു ഈഡർ സിറ്റി എന്ന് പറയുന്ന സിറ്റിയിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ സിറ്റി മൗണ്ടൻ സിറ്റി എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ബോർഡൊക്കെ നല്ല റഷ് ഉണ്ടായിരുന്നു. പകൽ സമയമായിരുന്നു, ഭയങ്കര ചൂടൊക്കെ കൂടുതലായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മൾ മഹാരാഷ്ട്രയിൽ നിന്ന് മഴ സമയത്തായിരുന്നു ഇങ്ങോട്ട് പോരുന്നത്. പിന്നെ വരുന്ന വഴിക്ക് ഗുജറാത്തിൽ മഴയുണ്ടായിരുന്നു. പിന്നെ ഇവിടോട്ട് വന്നപ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് ഭയങ്കര ചൂടായിരുന്നു. ഇവിടെ നോക്കുക, ഇവിടുത്തെ ബോർഡുകളെല്ലാം ഗുജറാത്തി ഭാഷയിൽ തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. പെട്ടെന്ന് നമുക്കൊന്നും മനസ്സിലാവത്തില്ല, വായിച്ചെടുക്കാൻ പാടായിരിക്കും. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. ഇപ്പോൾ ഒരു ഉച്ച സമയമൊക്കെ ആയി. നമ്മളിനി നിർത്തുന്നില്ല, അങ്ങ് പോവാണ്. സിറ്റിയിലൂടെ ഭയങ്കര ബ്ലോക്കിനകത്ത് പോയിട്ട് പതുക്കെ പോവാണ് ഇപ്പം. അപ്പോൾ നമുക്ക് സൈഡിൽ ട്രാക്ടറൊക്കെ പോകുന്ന കാണാൻ പറ്റും. ഇവിടെയൊക്കെ കൂടുതലും കൃഷിയൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനത്തെ വണ്ടികളൊക്കെ സ്വാഭാവികമാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ നമുക്ക് ഒരു വഴിയിലെത്തിയിട്ടുണ്ട്, തിരിഞ്ഞ് പോകാനുള്ള വഴി എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ മാപ്പിട്ടാണ് പോകുന്നത്. നമ്മൾ പോകുന്നത് ഇപ്പോൾ അംബാജി വഴിയാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഒരു പ്രധാനപ്പെട്ട അമ്പലമുണ്ട്, ഒരു അംബാജി മാതാ മന്ദിരമുണ്ട്. അവിടെ എന്തോ ഉത്സവമൊക്കെ നടക്കുന്നതിൻ്റെ തിരക്കൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് അവിടെ അമ്പലത്തിലോട്ട് പോകുന്ന വണ്ടികളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ വണ്ടിയിലാണെങ്കിൽ കൊടികളൊക്കെ കുത്തിക്കൊണ്ട് അങ്ങനെ ഒരുപാട് വണ്ടികൾ അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു ആ സൈഡിലോട്ട് പോകാൻ. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് മൊത്തം ഇവിടെ കല്ലുകൊണ്ടുള്ള മലകളാണ് കാണുന്നത്. പാറ കൊണ്ടുള്ള മലകളാണുള്ളത് മൊത്തവും. കൂടുതലും പാറകളായിരുന്നു രണ്ട് സൈഡിൽ നമുക്ക് കാണുന്നത്. ഇവിടെ പിന്നെ അധികം വലിയ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പാറയൊന്നും ഇരിക്കുന്നതിന് അധികം കുഴപ്പമില്ലായിരിക്കും. പക്ഷെ നല്ല രസമുണ്ട് ദൂരം നിന്ന് കാണാനൊക്കെ. അങ്ങനെ നമ്മൾ ഈഡറിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ കയറിയപ്പോൾ തന്നെ സിറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു മൗണ്ടൻ സിറ്റി. പറഞ്ഞ പോലെ തന്നെ അങ്ങോട്ട് കയറിയപ്പോൾ മുതൽ നമുക്ക് ഒത്തും പാറ കൊണ്ടുള്ള മലകളൊക്കെയാണ് കാണാൻ പറ്റുന്നത്. പറഞ്ഞില്ല, നമ്മൾ അംബാജി വഴിയാണ് പോകുന്നത്. ഇനി അംബാജിക്ക് 75 കിലോമീറ്റർ ഇവിടെ ഉണ്ട്. അപ്പം നമ്മൾ അവിടെ ഒരു ടെമ്പിളിൻ്റെ പ്രത്യേകതയുണ്ട്. അവിടെ നമ്മൾ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് അമ്പലത്തിലോട്ട് പോകാനുള്ള ആൾക്കാരെന്നും പറഞ്ഞ് വണ്ടി ആ സൈഡിലോട്ട് അമ്പലത്തിലുള്ള വഴിയിലോട്ട് തിരിച്ചു വിടാൻ പറയുമായിരുന്നു. മൊത്തവും കൂടുതലും നമുക്ക് മൗണ്ടനുകൾ പോലത്തെയാണ് കാണാൻ പറ്റുന്നത്. കൂടുതൽ പാറ കൊണ്ടുള്ള മലകളൊക്കെയാണ്. പിന്നെ അവിടെ ബിൽഡിങ്ങിൻ്റെ വർക്കുകളൊക്കെ കുറേയൊക്കെ നടക്കുന്നുണ്ട്. ചൂട് ഭയങ്കരമായിരുന്നു അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക്. തലേ ദിവസം നല്ല മഴയുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ ഒരു ഇതും അറിയാൻ പറ്റുന്നില്ല, ഭയങ്കര ചൂടായിരുന്നു. പിന്നെ ഒരു ലേക്കൊക്കെ കണ്ട് ഇങ്ങനെ പോയി. ലേക്കൊന്നും പേരൊന്നും അറിയത്തില്ല. പിന്നെ നമ്മളിങ്ങനെ പോയി ചൂട് കാരണം പിന്നെ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് വണ്ടിക്കകത്ത് AC ഇട്ടിട്ടൊന്നും അതിൻ്റെ ഒരു എഫക്റ്റും ഇല്ല, ഭയങ്കര ചൂടായിരുന്നു പുറത്ത്. അങ്ങനെ നമ്മൾ ഇച്ചിരി തണുക്കട്ടെന്ന് വെച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ച് പോവുകയാണ്. പിന്നെ നമ്മൾ ഈ പോകുന്ന വഴിക്കാണ്, രാജസ്ഥാനിലോട്ട് പോകുന്ന വഴിക്കാണ് ഇപ്പം നമ്മുടെ രാജസ്ഥാനിൽ ഒരു ഹിൽ സ്റ്റേഷനുണ്ട്, മൗണ്ട് അബു എന്ന് പറയുന്നത്. അത് നമ്മൾ പോകുന്ന വഴിക്കാണ്. അവിടെ സമയമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങി പോകാമെന്ന് വെച്ചൊക്കെയാണ് പോകുന്നത്. പിന്നെ ഇപ്പോൾ നോക്കിയപ്പോൾ റോഡിൻ്റെ രണ്ട് സൈഡിൽ നിറച്ച് വാഗമരമാണെന്ന് തോന്നുന്നു. അത് മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നത്, നല്ല തണലും കൊടുക്കുന്നുണ്ട് വഴിയിൽ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ.
പിന്നെ നമ്മൾ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത് ഇതൊക്കെ ഈ സൈഡിൽ കിടക്കുന്നതൊക്കെ ഇവിടെ ടാക്സികൾ ഓടുന്ന വണ്ടിയാണ്. നമ്മുടെ നാട്ടിലേക്ക് ഓട്ടോ പോലെ ഇവിടുത്തെ ടാക്സി വണ്ടിയാണ്. ഓട്ടോയും കാറും ഒക്കെ പോലെ ഇത് ഇവിടുത്തെ ടാക്സിയാണിത്. അങ്ങനെ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴും വീണ്ടും നമുക്കിങ്ങനെ കണ്ണിന് കുളിർമ നൽകുന്ന നല്ല മനോഹരമായ കാഴ്ചകൾ. രണ്ട് സൈഡിൽ നല്ല മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ ഇങ്ങനെ തളർത്തി വയ്ക്കുന്നു. ഇത്രയും ചൂടത്തും ഇങ്ങനെ പൂ ഇങ്ങനെ നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ്. ഇത് പക്ഷേ ചൂടത്തായിരിക്കും പൂക്കുന്നത് കേട്ടോ. ഭാഗ്യമാണെന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, ഇത് ഇടയ്ക്കൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ. അങ്ങനെ വീണ്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. വീണ്ടും നമ്മൾ എന്തോരോ ഘാട്ടൊക്കെ ഉള്ള വഴി പോലത്തെ ആണ്. കൂടുതലും മലയും കുന്നും ഒക്കെ മുറിച്ചുള്ള വഴികളാണ് കൂടുതലും പോകുന്നത്. പക്ഷേ റോഡൊക്കെ അല്ല, അടിപൊളി റോഡുകളാണ്. വഴികൾ മല വെട്ടിയുള്ള വഴികളല്ല, അപ്പം റോഡൊക്കെ നല്ല സൂപ്പർ റോഡാണ്. വഴിയൊക്കെ കുറച്ച് വളവും തിരിവും അങ്ങനെയൊക്കെ ഉള്ളത് മലയുടെ കൂട്ടുള്ള വഴികളൊക്കെ ആയിരുന്നു. എന്നാലും നല്ല രസമുണ്ടായിരുന്നു പോകാൻ. അങ്ങനെ പോകുന്ന വഴിക്കാണെങ്കിൽ പിന്നെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടാണ് പോയത്. ഇപ്പം അടിപൊളി ഇതുണ്ടായിരുന്നു. അവിടെ കുറേ വെള്ളം കിടന്ന് നല്ല രസമുണ്ടായിരുന്നു. വണ്ടി വാട്ടർ പാർക്കിൽ പോയിട്ട് പോകുന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ലായിരുന്നു. അപ്പം ഫുഡ് എവിടെയെങ്കിലും നിർത്തി, ഹൈവേയിലൊന്നും നിർത്തി ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പോൾ സൈഡിലോട്ടും ബൈ റോഡ് കയറുവാണെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പോവുകയാണ്. അങ്ങനെ നമ്മൾ വഴിയിൽ വെച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടാണ് പിന്നെ മുന്നോട്ട് പോയത്. വൈകിട്ട് ഒരു 4 മണി കഴിഞ്ഞ് കാണും ഫുഡ് കഴിച്ചപ്പോൾ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ ഒന്നും കഴിച്ചില്ലായിരുന്നു. പിന്നെ കുറച്ച് ഐസ്ക്രീമോ കുറച്ച് ബ്രെഡും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് ഒന്ന് കഴിച്ചതേ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ 4 മണി കഴിഞ്ഞിട്ടൊക്കെയാണ് ഫുഡ് കഴിച്ചത്. ഇങ്ങനെ വഴി പോകുന്നതാണ് നല്ല രസമുണ്ടായിരുന്നു. ഹൈവേ ആയതുകൊണ്ട് പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല. സൈഡിൽ നല്ല മലകളും മരങ്ങളും ഒക്കെ ആ കാഴ്ചകൾ മാത്രമേ ഉള്ളൂ. അധികം ബിൽഡിങ്ങുകളൊന്നുമില്ല. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ ആൾക്കാർ നടന്നു പോകുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് അംബാജി ആ മന്ദിറിലോട്ട് പോകുന്നവരായിരിക്കും. പിന്നെ വേറെ നമ്മൾ അങ്ങ് രാജസ്ഥാൻ എത്താറായപ്പോഴത്തേക്ക് വേറൊരു പറയുന്നത് ബാബ രാംദേവ് ജി ആ അവരുടെയും കൂടെ എന്തോ ഒരു ആഘോഷം ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ആൾക്കാരിങ്ങനെ നടന്നു പോകുന്നവരുണ്ട് ആ അമ്പലത്തിലോട്ടും. പിന്നെ എന്താ ഈ വണ്ടിയിലൊക്കെ ഫ്ലാഗ് കുത്തി ആൾക്കാർ പോകുന്നതുകൊണ്ട് ബൈക്കിനകത്തും ജീപ്പിനകത്തും ഒക്കെ ആൾക്കാരിങ്ങനെ നിറച്ച് പോകുന്നുണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്നൊക്കെ ആൾക്കാരിങ്ങനെ നടന്നു വരുന്നത് കണ്ടതാണ്. അപ്പോൾ ഒരുപാട് ദൂരം നടന്നിട്ടാണ് പോകുന്നത്. നമ്മളൊക്കെ ശബരിമലയിൽ പോകുന്നതിൻ്റെ കൂട്ടാന്ന് തോന്നും ഇവിടുത്തുകാരിങ്ങനെ അമ്പലത്തിൽ ഇത് പോകുന്നത്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടുത്തെ ഒരു ട്രാൻസ്പോർട്ട് ബസ്സാണ് ഗുജറാത്തിൻ്റെത്. അത് ഇങ്ങനെ ഏറ്റം കയറി പതുക്കെ ഇങ്ങനെ ഏറ്റം കയറി പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ നല്ല കാഴ്ചകളൊക്കെ കണ്ട് കണ്ണിന് നല്ല രസമുണ്ട്. നമ്മൾ എൻ്റെ ഫോണിനകത്ത് അത്രയും ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയത്തില്ല, പക്ഷെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാഴ്ചകളൊക്കെ കാണാണ്ട്. ഇതൊക്കെ ആൾക്കാരിങ്ങനെ നടന്നു പോകുന്നവരാണ്. അപ്പം ഞാൻ വിചാരിക്കും ഇത്രയും ദൂരം അവർ നടന്നിട്ടാണോ പോകുന്നതെന്ന്. അപ്പം നമ്മുടെ നാട്ടിലും ഇങ്ങനെ നടക്കുന്നില്ലേ ശബരിമലയിലൊക്കെ പോകുന്ന ആൾക്കാർ. ഇത് ഇങ്ങനെ റോഡ് സൈഡിൽ കൂടെ നടന്ന് ഇങ്ങനെ പോകുന്നു. എന്തോ ഒരു കുന്നിൻ്റെ മണ്ടയ്ക്കാന്ന് തോന്നുന്നു അമ്പലം. പക്ഷെ നമ്മൾ അമ്പലത്തിലോട്ടൊന്നും പോയില്ല. അവിടെ സമയം ഒരുപാട് ലേറ്റ് ആയായിരുന്നു. പിന്നെ രാത്രി ആകുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരത്തുള്ളൂ. അതുകൊണ്ട് പിന്നെ ഇങ്ങ് നിന്നില്ല. സൈഡിലൊരു വണ്ടിയൊക്കെ ഇങ്ങനെ ഇടിച്ച് കിടപ്പുണ്ട് അവിടെ. ഇങ്ങനത്തെ കൂടുതലും കുന്നും മലയാളം നിറഞ്ഞ വഴിയൊക്കെയാണ്. ഇതാന്ന് തോന്നുന്നു എനിക്ക് ആ അമ്പലത്തിൻ്റെ പ്രധാന എൻട്രൻസിൻ്റെ വഴിയാന്ന് തോന്നുന്നത്. അംബാജി മാതാ മന്ദിർ അതിൻ്റെ വഴിയാണെന്ന് തോന്നുന്നു. ഞങ്ങൾ ഈ വഴി ആദ്യമായിട്ടാണ് വന്നത്. സാധാരണ പാലംപൂർ ഹൈവേ വഴി കയറി പോകത്തേ ഉള്ളായിരുന്നു. ഇതാണെങ്കിൽ സൈഡിലൊരു മണ്ണ് ക്വാറി, മണ്ണൊക്കെ എടുത്ത് എവിടെ കൊണ്ടിടുന്നതാണെന്ന് തോന്നുന്നത്. അവിടെ കൊണ്ടിടുന്നത് അതൊന്നും അറിയത്തില്ല. അവിടെ JCB ഒക്കെ കുറേ മണ്ണൊക്കെ വാരുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പം ഹൈവേയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഡീവിയേഷൻ എടുത്തിട്ട് നമ്മളൊരു ചെറിയ വഴി കൂടെ കയറിയെന്ന് തോന്നുന്നു. ബൈ റൂട്ട് വഴി കയറിയെന്ന് തോന്നുന്നു. ഇപ്പം ഇതെന്ന് പറയുന്നത് ഒരു ഫോറസ്റ്റ് ഏരിയ കൂടെ ആയിരുന്നു പോകുന്നത്. ഇത് നമ്മുടെ അമ്പലത്തിൻ്റെ അതുവഴിയുള്ള വഴിയാന്ന് തോന്നുന്നു. കറക്റ്റ് എനിക്ക് പറയാനൊന്നും അറിയത്തില്ല. അന്നേരം മാപ്പ് കാണിച്ചു തരുന്ന വഴിയെ കൂടെ അങ്ങനെ കയറി പോകുന്നു. എന്താ അറിയത്തില്ല. രാത്രി എങ്ങനെ ആയിരുന്നെങ്കിൽ പേടിച്ചു പോയേനെ. ഇവിടെ സൈഡിലൊന്നും വെട്ടമൊന്നും കാണത്തുമില്ല. മൊത്തം ഇരുട്ടായിരിക്കും. നമുക്കൊന്നും വഴി അറിയത്തില്ല. ഇങ്ങനത്തെ വണ്ടിയുടെ വെട്ടം കൊണ്ട് മാത്രം പോകേണ്ടി വരും. അങ്ങനത്തെ വഴികളൊക്കെ ആയിരിക്കും ഇത്. നമ്മൾ കഴിഞ്ഞ ദിവസം
രാത്രി പറഞ്ഞില്ലേ ഒറ്റപ്പെട്ടു പോയ വഴി കൂടെ, അതുപോലത്തെ വഴിയായിരിക്കും ഇതും. പക്ഷേ രാത്രിയാകുമ്പോൾ നമുക്കൊന്നും അറിയത്തില്ലല്ലോ, എന്തോ എങ്ങോട്ടാന്നൊന്നും അറിയുന്നില്ലല്ലോ. അപ്പം പകൽ ഇത്തിരി വെട്ടമുള്ളപ്പം പോകാൻ കുഴപ്പമില്ല. രാത്രിയൊക്കെ ആകുമ്പം ഈ വഴിയാണെങ്കിലും നമുക്ക് പേടിയാവുന്നതിൻ്റെ സൈഡിലത്തെ കാഴ്ചകളൊന്നും നമുക്ക് കാണത്തില്ല. ഒള്ളി വണ്ടിയുടെ വെട്ടം കൊണ്ട് മാത്രമുള്ള വഴി മാത്രമല്ല നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം പിന്നെ നമ്മളങ്ങനെ രാജസ്ഥാനിലോട്ട് കയറിയിരിക്കുന്നു. നമ്മുടെ വണ്ടിയുടെ സ്വന്തം നാടായ രാജസ്ഥാനിലോട്ട് വണ്ടി കയറിയിരിക്കുന്നു. വണ്ടിക്ക് സന്തോഷമായി കാണും. നമുക്കിനി 267 കിലോമീറ്റർ ഉണ്ട്. അപ്പോഴത്തേക്കും നമ്മളങ്ങ് ചെല്ലും. ഡേരി, രാജസ്ഥാനിലെ ഡേരി ചെക്ക് പോസ്റ്റ് ആണ്. ഡേരി ഇവന് കണ്ടിട്ട് നമ്മൾ ഘാട്ട് ഇറങ്ങുവാണോ? ഘാട്ട് ഗുജറാത്തിൽ നിന്ന് ഇറങ്ങി രാജസ്ഥാനിൽ കയറി. മൗണ്ട് അബൂല് പോയി നോക്കാം അവിടെ എന്തൊക്കെയുണ്ടെന്ന്. നമ്മൾ അവിടെ ഓൾറെഡി പോയിട്ടുണ്ട്. നമ്മൾ പോയിട്ടില്ല മൗണ്ട് അബൂല്. ഓൾറെഡി നമ്മൾ പോയിട്ടുണ്ട്. നോ, ഹൈവേ ത്രൂ റോഡിൽ കൂടെ പോയിട്ടുണ്ട്. सावधान, आगे चट्टानों के किनारा है. പാറ വീഴുന്നു. പാറയോ? രാജസ്ഥാൻ ഇങ്ങനെ വഴിയുണ്ടായിരുന്നു. രാജസ്ഥാനിലെ ഒരേ ഒരു ഹിൽ സ്റ്റേഷനായ മൗണ്ട് അബൂലോട്ട് നമുക്കൊന്ന് പോയി നോക്കണം. എത്ര കിലോമീറ്റർ ഉണ്ട് ഇനി? 41 കിലോമീറ്റേഴ്സ്. ടേൺ റൈറ്റ്. അങ്ങനെ മൗണ്ട് അബൂലോട്ട് പോകണമെന്നൊക്കെ വിചാരിച്ച് പ്ലാൻ ഇട്ടായിരുന്നു. പക്ഷേ നമ്മൾ അന്നേരം തന്നെ നോക്കിയപ്പം സമയം ഒത്തിരി ലേറ്റായി. നമ്മൾ അവിടെ എത്തേണ്ടുന്ന സമയം താമസിക്കുമായിരുന്നു. പിന്നെ വൈകുന്നേരം കയറിപ്പോയാൽ പിന്നെ ഇനി ഫോഗൊക്കെ ആണെങ്കിലും പാടായിരിക്കും. അതുകൊണ്ട് പിന്നെ പോകാമെന്ന് വിചാരിച്ച് വേറൊരു ദിവസം പോകണം ഇനി മൗണ്ട് അബൂലോട്ട്. ഇത് വണ്ടിക്കാരിറങ്ങി റെസ്റ്റ് ചെയ്യുന്നത്. കുക്ക് ചെയ്യോടെ അവര്? ഉള്ളിക്കറി ഉണ്ടാക്കി മതിയായിരുന്നില്ലേ? ഉണ്ടാക്കിയാലോ? ഉണ്ടാക്കി പൊട്ടം കഴിച്ചിട്ട് പോകാലോ? നിർത്തിയാൽ കഴിച്ചിട്ട് പോവാം. വിശക്കുന്ന 3:30 ഉള്ളിക്കറി മുട്ട മേടിച്ചില്ലല്ലോ. ഇവിടുത്തെ വെള്ളം വരുന്ന വലിയ തോടുകളും കാര്യങ്ങളും. ഈ വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് ഇല്ലേ? ഇതെന്ത് പുതിയ വണ്ടിയാണ്? അങ്ങനെ ഒരു വണ്ടി നിർത്തിയിട്ട് കുക്ക് ചെയ്യുന്ന കണ്ടപ്പോഴത്തേക്ക് നമുക്കും പിന്നെ ഒരു മോഹം, എന്നാൽ പിന്നെ എന്തെങ്കിലും കുക്ക് ചെയ്ത് കഴിച്ചിട്ട് പോകാമെന്ന്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയപ്പോഴത്തേക്ക് ഒരു കോഴിക്കടയൊക്കെ കണ്ട് അവിടെ നിന്ന് കുറച്ച് കോഴിയെ വാങ്ങിച്ച് നമ്മൾ പെട്ടെന്ന് കുക്കറിനകത്തിട്ട് ഒരു കറിയൊക്കെ വെച്ച്, പിന്നെ മലയാളി കടയിൽ നിന്ന് വാങ്ങിച്ച പൊറോട്ട ബാക്കി ഉണ്ടായിരുന്നു, അതിനെയും ചൂടാക്കി 8 പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 4 ഇനിയും ബാക്കി ഇരിപ്പുണ്ട്. 2 സെറ്റായിട്ടാണ് തന്നത്. അപ്പോൾ അതും ചൂടാക്കി കഴിച്ച് ഇതാണ് നമ്മൾ രാജസ്ഥാൻ RTOയിലോട്ട്. RTO സ്ഥലത്തിൻ്റെ പേര് റിവായയോ? രാജസ്ഥാനിലെ റിവർ. വെള്ളം ഉണ്ടല്ലോ, കലങ്ങിയ വെള്ളം. മഴ ചെയ്തുകൊണ്ടുള്ള വെള്ളമായിരിക്കും അല്ലേ? കലക്ക വെള്ളം. കണ്ട രാജസ്ഥാനാന്ന് പറയൂ. നല്ല പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന രാജസ്ഥാൻ. ബൂന്തിയാ? ഇല്ല. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു കടയുടെ അടുത്ത് നിർത്തി കോഴി ഉണ്ടോയെന്നൊക്കെ കോഴിയല്ല, മുട്ട വാങ്ങിക്കാമെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ അവിടെ മുട്ട കിട്ടിയില്ല. പിന്നെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ കോഴിയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ കോഴിയൊക്കെ വാങ്ങിച്ച് ഒരു സ്ഥലമൊക്കെ കണ്ടുപിടിച്ച്. അതൊരു ഹോട്ടലിൻ്റെ സൈഡാണ്. ഹോട്ടലിൽ നിന്ന്
അത് വർക്കൊക്കെ റിനോവേഷൻ അല്ല വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ അവിടെ കുറച്ച് പണി ചെയ്യാനൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ. അപ്പം നമ്മളവിടെ സ്ഥലമൊക്കെ കിട്ടിയപ്പോൾ അവിടെ വണ്ടി ഒതുക്കി നമ്മുടെ ഗ്യാസും സാധനങ്ങളും ഒക്കെ എടുത്ത് നമ്മൾ കുക്ക് ചെയ്യാമെന്ന് വെച്ച് അങ്ങനെ കുക്കറിനകത്തിട്ട് തന്നെ പെട്ടെന്നൊരു കോഴിക്കറിയും വെച്ച് പിന്നെ പൊറോട്ട ഇരുന്നത് അതും ചൂടാക്കി കുറച്ച് കട്ടനും കൂടെ ഇട്ട് കഴിച്ചപ്പോഴത്തേക്ക് സമയം 4 മണി കഴിഞ്ഞായിരുന്നെന്ന് തോന്നുന്നു. അപ്പം ഉച്ചക്കലത്തെയും വൈകിട്ടത്തെയും കൂടെ ഒരുമിച്ച് അങ്ങ് കഴിച്ച് അങ്ങനെ കുക്കറി വെച്ചിട്ട് വെയിറ്റ് ചെയ്യുവാണ് വിസിൽ വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ ആരും വന്ന് പറഞ്ഞു ചോദിച്ചതൊന്നുമില്ലേ. നമ്മുടെ പോലെ അങ്ങനൊന്നും ഇല്ല. പൊറോട്ടയും ചിക്കൻ കറി രാജസ്ഥാനിൽ. അപ്പം ഞങ്ങൾ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് പൊറോട്ടയും ചിക്കൻ കറിയും കഴിച്ച് ഇനി നമ്മൾ പോവുകയാണ്. ഇപ്പം സമയം 4:30 കഴിഞ്ഞ് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് 11:30 കഴിഞ്ഞ് 12 മണിക്കകത്താണ് കഴിച്ചത്. ഇപ്പോൾ രാത്രിത്തെ ഫുഡ് ഉച്ചക്കലത്തെ ലഞ്ച് ഇപ്പം കഴിച്ചതേ ഉള്ളൂ. ഇന്നലെ മലയാളിക്കടയിൽ നിന്ന് വാങ്ങിച്ച പൊറോട്ട ബാക്കിയുണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് ഒരു ഇച്ചിരി കുറച്ച് ചിക്കനും വാങ്ങിച്ച് അത് പെട്ടെന്നൊന്ന് കറി വെച്ച് കുക്കറിനകത്ത് കറിയും വെച്ച് കഴിച്ച്. അപ്പോൾ ഇനി നമ്മൾ പോവുകയാണ്. ഇനി ഒരു 250 അത്രയും കിലോമീറ്ററിനകത്തേ ഉള്ളൂ. നമ്മൾ രാത്രി 7:30-8 മണിയാകുമ്പോഴത്തേക്കും ഇങ്ങ് ചെല്ലും. അപ്പോൾ ഇനി പോകുന്ന വഴി കാണാം. ഏത് ഹൈവേയാ? 27. Continue on National Highway 27 for 45 kilometers. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചെല്ലാം പറക്കി വെച്ച് വീണ്ടും യാത്ര തുടർന്നു. ഇപ്പം നമുക്ക് മഹാരാഷ്ട്രയിലെ പോലെ തന്നെ നിറയെ പച്ചപ്പ് കാണുന്ന ഈ രാജസ്ഥാനിലോട്ട് വന്നിട്ട് ഇവിടെ എല്ലാം നല്ല മണ്ണ് മാത്രം കാണുന്ന സ്ഥലങ്ങളാണ്. ഇപ്പം മഴയായത് കാരണം ഇവിടെ എല്ലാം നല്ല പച്ചപ്പുണ്ട്. മറ്റല്ലെങ്കിൽ സാധാരണ ആ മുകളിലോട്ട് നിൽക്കുന്ന ചെടികൾ മാത്രമേ കാണൂ. ഇപ്പം മഴയൊക്കെ പെയ്ത കാരണം നല്ല ഗ്രൗണ്ട് നിറച്ച് നല്ല പച്ച നിറത്തിലാണ്. നല്ല രസമുണ്ട് ഇപ്പോൾ രാജസ്ഥാനും കാണാൻ. പിന്നെ അങ്ങനെ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ വന്ന സമയത്തൊക്കെ രാജസ്ഥാനിൽ മഴയുണ്ടായിരുന്നു. നമ്മൾ വന്നതിൻ്റെ അന്നൊക്കെ നല്ല ചൂടായിരുന്നു. പിന്നെ വന്നു കഴിഞ്ഞ് 2-3 ദിവസത്തേക്ക് കുറച്ച് നല്ല മഴയുണ്ടായിരുന്നു. അപ്പം വരുന്നതിന് മുമ്പിട്ട് മഴയായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും നല്ല പച്ചപ്പ് നമുക്ക് കാണാൻ പറ്റുന്നത് രാജസ്ഥാനിലോട്ട് വന്നപ്പോഴും. നമ്മൾ ആദ്യം വന്നപ്പോഴൊക്കെ ഇങ്ങനെ രാജസ്ഥാൻ്റെ ഓർമ്മ എന്ന് പറയുന്നത് വേറെ രീതിയായിരുന്നു. ഇപ്പം അതിൽ നിന്ന് വ്യത്യാസമുണ്ട്. വരുന്ന രാജസ്ഥാനിലോട്ട് നമ്മൾ കയറുമ്പോൾ ഉള്ള കാഴ്ചകളൊക്കെ കാണുന്നത്. നമുക്കിപ്പോൾ ആദ്യം വന്നിട്ട് 2 ദിവസത്തേക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ചൂടൊക്കെ അടിച്ച് അബിക്ക് പനിയൊക്കെ ആയായിരുന്നു. അവനും ചൂട് ബോഡി ഹീറ്റൊക്കെ കൂടി 2 ദിവസം മരുന്നൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ റെഡി ആയത്, പനിയൊക്കെ മാറിയത്. പിന്നെ അത് 2 ദിവസം ഒന്ന് അഡ്ജസ്റ്റ് ആവാൻ സമയം എടുത്ത്. അപ്പോഴത്തേക്ക് നമ്മളൊന്ന് സെറ്റായി വന്നപ്പോഴത്തേക്ക് മഴയൊക്കെ തുടങ്ങി. പിന്നെ നോർമലായി. ഇപ്പം കുഴപ്പമൊന്നുമില്ല വലുതായിട്ട്. അപ്പോൾ ഇനിയിപ്പം നവംബറൊക്കെ ആകുമ്പോഴത്തേക്ക് തണുപ്പൊക്കെ വരും. പിന്നെ വേറൊരു കാലാവസ്ഥയാവും. അപ്പോൾ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിനി പോകുന്ന വഴിക്കാണെങ്കിൽ നമുക്ക് ഇവിടെ പാലിയിൽ ഒരു മന്ദിരമുണ്ട്. ഓംബന്ന ടെമ്പിൾ എന്ന് പറയും, അല്ലെങ്കിൽ ബുള്ളറ്റ് ബാബ മന്ദിർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടെ കൂടെ കയറണം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ഇടയ്ക്കൊന്ന് കയറാറുണ്ട്. 2 പ്രാവശ്യം പോയിട്ടുണ്ട് അവിടെ. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ നിന്ന് കയറിയിട്ട് പോകണമെന്ന് വിചാരിച്ചാണ് പോകുന്നത്. ഇപ്പോഴും അതില്ല, മറ്റേ ബാബ രാംദേവ് ആ മന്ദിറിലെ ഉത്സവം നടക്കുന്ന കാരണം അവിടെ നല്ല തിരക്കായിരിക്കും എന്ന് വിചാരിച്ചാണ് പോകുന്നത്. അങ്ങനെ അവിടെ പോകണമെന്ന് വിചാരിച്ച് പോകും. നമ്മളൊരു കുഞ്ഞു വിളക്ക് വാങ്ങിച്ചിട്ടുണ്ട് അവിടെ കൊടുക്കാൻ. അങ്ങനെ പോകാമെന്ന് വെച്ചിട്ട്. അവിടുത്തെ കഥ പറയുകയാണെങ്കിൽ അവിടെ ഒരു 1988 അവിടെ ഒരു ആക്സിഡൻറ്റ് നടന്നിട്ട് ബൈക്കാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ എടുത്തുകൊണ്ട് പോയി. അപ്പം പോലീസ് സ്റ്റേഷനിൽ എടുത്തുകൊണ്ട് വെച്ചിട്ട് അടുത്ത ദിവസം നോക്കിയപ്പോൾ ആ ബൈക്ക് വീണ്ടും ആക്സിഡൻറ്റ് നടന്ന സ്ഥലത്ത് വന്നിരിക്കുന്നു.
അപ്പോൾ വീണ്ടും എടുത്തുകൊണ്ട് വെച്ചിട്ട് അതിനകത്ത് പെട്രോളെല്ലാം മാറ്റി ചെയിനും എല്ലാം മാറ്റിയിട്ടൊക്കെ വീണ്ടും വണ്ടി അവിടെ വെച്ചിരുന്നു. അപ്പം വീണ്ടും അടുത്ത ദിവസം ആയപ്പോഴത്തേക്ക് വീണ്ടും ആക്സിഡൻറ്റ് നടന്ന സ്ഥലത്ത് കൊണ്ടുവച്ചിരുന്നു. അപ്പോൾ അവിടുത്തെ ലോക്കൽ ആൾക്കാർ എന്ത് വിചാരിച്ചിട്ട്, അപ്പോൾ ആ ആക്സിഡൻറ്റ് നടന്ന് മരിച്ച ആളുടെ ഒരു സൂപ്പർ പവർ അങ്ങനത്തെ ആണെന്ന് വിചാരിച്ചിട്ട് ആ ബൈക്ക് അവിടെ വെച്ചിട്ട് അവർ പൂജ ചെയ്ത് അങ്ങനെയാണത് അവരുടെ ഒരു അമ്പലമായി മാറിയെന്നൊക്കെയാണ് അതിൻ്റെ കഥകളൊക്കെ പറയുന്നത്. അങ്ങനെ തോന്നുന്നു, ഞാൻ ഇങ്ങനെയൊക്കെയാണ് കേട്ടിട്ടുള്ളത്. അപ്പം അങ്ങനെയാണ് അവിടെ മന്ദിർ ആയത്, ഓംപന്ന മന്ദിരായത്. അങ്ങനെ ഇപ്പോൾ കൂടുതലും യാത്ര ചെയ്യുന്നവരാണ് അങ്ങോട്ട് പോകുന്നത്. അവിടുത്തെ വഴിപാടെന്നൊക്കെ പറയുന്നത് മദ്യമാണ്. അവിടുത്തെ കുപ്പിയും മദ്യമൊക്കെ കൊണ്ട് കൊടുത്തിട്ട് കള്ളു കൊണ്ട് കൊടുത്തിട്ട് തിരിച്ച് അവിടെ കുറച്ച് ഒഴിച്ചിട്ട് ബാക്കി തിരിച്ച് തരും, അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു. പിന്നെ വേറെ പിന്നെ അവിടുത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു പൂജയ്ക്ക് കൊടുക്കുന്നത്. വേറെ എന്തോന്നും എനിക്കറിയത്തില്ല. നമ്മളിപ്പോൾ പോയപ്പോൾ ഒരു വിളക്ക് കൊണ്ട് കൊടുത്തായിരുന്നു. അപ്പം അങ്ങനെ അവിടെയും കയറിയിട്ടാണ് തിരിച്ച് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് എത്തിയത്. അവിടെ ചെന്നപ്പോഴും നല്ല തിരക്കായിരുന്നു. വണ്ടിയൊന്നും പാർക്ക് ചെയ്യാനൊന്നും സ്ഥലം കിട്ടുന്നൊന്നും ഇല്ലായിരുന്നു. ഇനി എങ്ങനെ പാർക്ക് ചെയ്തിട്ട് കയറി ഇറങ്ങി വരുമെന്നൊക്കെ ഉള്ള ടെൻഷനിലായിരുന്നു പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്ക് വണ്ടി മറ്റേ അമ്പലത്തിൽ പോകാൻ വരുന്നവരും കൂടെ ആയതുകൊണ്ട് കുറേ പേരിങ്ങനെ പെട്ടെന്ന് വന്ന് പോകുന്നവരും ഉണ്ട്, അവിടെ കുറേ താമസം ചെയ്യുന്നവരും ഒക്കെ ഉണ്ട്. ഒരുപാട് സമയം ചിലവഴിച്ചിട്ട് പോകുന്നവരും ഒക്കെയാണ്. നമ്മൾ പിന്നെ ഒരുപാട് സമയമൊന്നും നിന്നില്ല, കുറച്ച് സമയമൊക്കെ ഒന്ന് നിന്നിട്ട് അവിടെ ജസ്റ്റ് ഭയങ്കര തിരക്കായിരുന്നു. തെള്ളിക്കൊണ്ടങ്ങ് ആൾക്കാർ പോകുമായിരുന്നു അവിടെ. പിന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് മറ്റേ അമ്പലത്തിൽ പോകുന്ന ആൾക്കാരും കൂടെ ഉള്ളതുകൊണ്ട് നല്ല തിരക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ ജസ്റ്റ് അവിടെയും കയറി ഇറങ്ങിയിട്ടാണ് നമ്മളിങ്ങ് പോരുന്നത്. അപ്പോൾ ഈ മന്ദിരം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ജോധ്പൂരിനടുത്ത് പാലി ഡിസ്ട്രിക്റ്റിലാണ്. 20 കിലോമീറ്റർ പാലിയിൽ നിന്ന് 20 കിലോമീറ്റർ, പിന്നെ 53 കിലോമീറ്റർ ജോധ്പൂരിൽ നിന്ന്. അപ്പോൾ ഇത് ഹൈവേ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്, ഹൈവേയുടെ സൈഡിൽ തന്നെയാണ്. അതുകൊണ്ട് വഴിയൊന്നും മാറിപ്പോകത്തൊന്നുമില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ ഓംപന്ന എന്ന് പറയുന്ന ആളുടെ ഒരു ഫോട്ടോ അവിടെ വെച്ച് പൂജിക്കുന്നുണ്ട്. അതിൻ്റെ മുന്നിൽ ഒരു തീ കുണ്ടം പോലെ ഇങ്ങനെ തീ കത്തിച്ചിട്ട് എപ്പോഴും അത് ഇങ്ങനെ തീ കത്തിച്ചിട്ട് ഇരിക്കുന്നതാണ്. അവിടുത്തെ പൂജകളും കാര്യങ്ങളൊന്നും പറയാറിയത്തില്ല. അങ്ങനെ ആൾക്കാർ വന്ന് തൊഴുതിട്ട് ഇങ്ങനെ സാധനങ്ങൾ കുപ്പിയൊക്കെ കൊടുത്ത് പൂജ ചെയ്തുകൊണ്ട് പോകുന്ന കണ്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അമ്പലത്തിലോട്ട് എത്താറാവുന്നതേ ഉള്ളൂ. ഇപ്പം നമ്മൾ സന്ധ്യ ആവുന്നു. ഇനി നമ്മളൊരു തുരങ്കത്തിൻ്റെ തുരങ്കത്തിലോട്ട് കയറാൻ പോവുകയാണ്. അതിനു മുമ്പായിട്ട് തന്നെ നമ്മളൊരു ലേക്കിൻ്റെ അടുത്ത് പോയായിരുന്നു. ഞങ്ങൾ പോയില്ല, വണ്ടി താഴെ ഇട്ടിട്ട് ഹസ്ബൻഡും അബിയും കൂടെ മേളിൽ കയറി ഒരു ലേക്കിൻ്റെ അടുത്തൊക്കെ പോയായിരുന്നു. ഭയങ്കര കുത്തനെ കിടക്കുന്ന മലയായിരുന്നു, അതുകൊണ്ട് ഞാൻ കയറിപ്പോയൊന്നുമില്ല. ഞാനും അങ്കിത്തെ വണ്ടിക്കകത്തിരുന്ന് അവർ രണ്ടും കൂടെ പോയി വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് വന്ന് അതിൻ്റെ കൂട്ടത്തിൽ കൊടുത്തേക്കാം. അങ്ങനെ നമ്മളിങ്ങനെ ഹൈവേ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. റോഡ് നല്ല സൂപ്പറാണ്. നമ്മുടെ കേരളത്തിൽ റോഡിനെ അപേക്ഷിച്ച് റോഡ് അടിപൊളിയാണ് പോകാൻ. ഹൈവേ ആയതുകൊണ്ട് ഇങ്ങനെ സുഖത്തിൽ ഇങ്ങനെ പോകാൻ പറ്റും. അങ്ങനെ പിന്നെ നമ്മൾ ഇങ്ങനെ ഓരോടത്ത് ചെല്ലുമ്പോഴും ഓരോ വഴിക്കോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് പല പല രീതിയിൽ ഇപ്പം മലയുടെ പകുതി ഭാഗം നിൽക്കുന്ന പോലെ മല മുറിച്ചുള്ള വഴികളാണ് കൂടുതൽ. അങ്ങനെ നമ്മളൊരു തുരങ്കത്തിനകത്തോട്ട് കയറാൻ പോവുകയാണ്. തുരങ്കം അടുക്കാറായെന്ന് തോന്നുന്നു. പക്ഷെ മുന്നിലെല്ലാം നല്ല മലനിരകളാണ്. എനിക്ക് എൻ്റെ വീഡിയോയ്ക്കകത്ത് എത്രയും ക്ലാരിറ്റി ഉണ്ടെന്നൊന്നും അറിയത്തില്ല, പക്ഷെ നമുക്ക് കാണാൻ നല്ല രസമുണ്ട്. ഒരു പ്രത്യേക ഫീൽ കിട്ടും അതുവഴിയൊക്കെ പോകുമ്പോൾ. അന്ന് നല്ല രസമാണ് മലകളൊക്കെ കണ്ട് ഇങ്ങനെ യാത്ര ചെയ്യാൻ. അങ്ങനെ നമ്മളൊരു തുരങ്കത്തിലോട്ട് കയറുകയാണ്. എനിക്ക് തോന്നുന്നു 2 കിലോമീറ്ററോളം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു ആ തുരങ്കം. അങ്ങനെ നമ്മൾ തുരങ്കം എത്താറായിട്ടുണ്ട്. അവിടെ എത്തിയപ്പോഴത്തേക്ക് ഡിവൈഡറൊക്കെ വെച്ച് സ്പീഡ് കുറച്ചിട്ടുണ്ട് വണ്ടിയുടെയൊക്കെ. അങ്ങനെ അതിൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്കും അവിടെ ആൾക്കാർ പുറത്തിറങ്ങി നിന്ന് എനിക്ക് ഈ അമ്പലത്തിലോട്ട് പോകാൻ നിൽക്കുന്നവരാണെന്ന് തോന്നുന്നു. അവിടെ കുറേ പേരിങ്ങനെ ഈ വലിയ വണ്ടി ട്രാക്ടറിനകത്തൊക്കെ ഇങ്ങനെയൊക്കെ കെട്ടിയിട്ടൊക്കെ ആൾക്കാർ പോകുന്നുണ്ട്. ഇതൊക്കെ അമ്പലത്തിലോട്ട് പോകാനുള്ള ആൾക്കാരാണ്. അവരൊക്കെ ഇങ്ങനെ വെളിയിലിറങ്ങി നിൽക്കുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് പിന്നെ ഏത് തുരങ്കമാണെന്നൊന്നും അറിയത്തില്ല, പേരൊന്നും എഴുതി വെച്ചിട്ടില്ല. രാജസ്ഥാനിലെ ആയതുകൊണ്ട് അതിനകത്ത് കുറച്ച് ഒട്ടകമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. 40 കിലോമീറ്റർ സ്പീഡാണ്. അങ്ങനെ നമ്മൾ തുരങ്കത്തിനകത്ത് കയറി. ഇത് 1 വേ അല്ല 2 വേ ആണ്. 2 സൈഡിലോട്ടും വണ്ടി വരുന്നുണ്ട് ഈ തുരങ്കത്തിൽ കൂടെ തന്നെ. മറ്റേത് ഇതിനകത്തൂടെ വണ്ടി പോകുന്ന കണ്ടില്ല, അറിയത്തില്ല പോയില്ലയോ എന്ന്.
അങ്ങനെ നല്ല ഇരുട്ടുണ്ട്, വെട്ടമൊക്കെ ഉണ്ട്. എന്നാലും അങ്ങനെ നമ്മൾ തുരങ്കത്തിൽ കൂടെ പോകാമെന്ന് എനിക്ക് തോന്നുന്നു 2 കിലോമീറ്റർ ആയിരിക്കണം. അത് കറക്റ്റ് ദൂരമൊന്നും നോക്കിയില്ല. അന്നേരം കുറച്ച് സമയം ഉണ്ടായിരുന്നു. സ്പീഡ് പതുക്കെ പോകാൻ പറ്റത്തുള്ളല്ലോ. അങ്ങനെ നമ്മൾ തുരങ്കത്തിൽ കൂടെ പോയി അതിൻ്റെ അകത്തൂടെ കയറി അപ്പുറത്തിറങ്ങിയപ്പോഴത്തേക്കും അത് വേറൊരു ഫീലായിരുന്നു. പെട്ടെന്ന് മൂടലായതിൻ്റെ കൂട്ടൊരു ഫീലിംഗ് ആയിരുന്നു. പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് നല്ല രസമായിരുന്നു. അവിടെ നിന്ന് പുറത്തോട്ടിറങ്ങി വന്നപ്പോഴത്തേക്കും അതിലും നല്ല കാഴ്ചയായിരുന്നു. നല്ല മലകളിങ്ങനെ വിശാലമായിട്ട് കിടക്കുന്ന, താഴോട്ട് നോക്കുമ്പോൾ സിറ്റികളൊക്കെ കാണാൻ പറ്റും. ഇത് പാലി സിറ്റി ആയിരിക്കും, സിറ്റി കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ നമുക്ക് ഈ കാറിനകത്തിരിക്കുമ്പോൾ ഇത്രയും കാഴ്ചകൾ കാണാൻ പറ്റില്ല. കുറച്ചുകൂടെ വലിയ വണ്ടിയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ പൊക്കത്തിരുന്നുള്ള കാഴ്ചകളൊക്കെ കിട്ടിയാണ്. അപ്പം ഇങ്ങനെ വിശാലമായിട്ട് മലകൾ കിടക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. നല്ല പച്ചപ്പും കൂടെ ഒക്കെ ആയി വരുന്നത് കൊണ്ട് നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ പിന്നെ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഒരു ലേക്ക് പോലത്തെ സംഭവം കണ്ടായിരുന്നു റോഡ് സൈഡിൽ തന്നെ. അതിൻ്റെ ഒന്നും പേരൊന്നും അറിയത്തില്ല. ചിലപ്പോൾ മാപ്പിൽ നോക്കി അതിൻ്റെ പേരൊക്കെ അറിയാൻ പറ്റും. പക്ഷേ നമ്മൾ നോക്കിയൊന്നുമില്ല. അന്നേരം പേര് ഓർത്ത് കാണും, പിന്നെ ഇപ്പോൾ ഓർമ്മയൊന്നുമില്ല. അങ്ങനെ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പം വീണ്ടും കുറേ വണ്ടികളൊക്കെ ഒരു സൈഡിൽ ഇങ്ങനെ നിർത്തിയിട്ടേക്കുന്നത്. അപ്പോൾ അവിടെ എന്തെങ്കിലും കാണാനുണ്ടെന്ന് വിചാരിച്ച് നമ്മളും അവിടെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് നോക്കിയപ്പോൾ ആൾക്കാരെല്ലാം മുകളിലോട്ടാണ് കയറിപ്പോയത്. അങ്ങനെ പിന്നെ ഞങ്ങൾ 2 വണ്ടിക്കകത്തിട്ട് ഞാനും അങ്കിത്തോടെ വണ്ടിക്കകത്തിരുന്നിട്ട് അച്ഛനും അബിയും കൂടെ മേളിൽ കയറിപ്പോയി. ഹസ്ബൻഡും അബിയും കൂടെ മേളിൽ കയറിപ്പോയി. അവിടെ എന്തോ നോക്കാൻ പോയി. അബി അങ്ങ് കയറിപ്പോയി. ആദ്യം അച്ഛൻ മാത്രമേ പോയുള്ളായിരുന്നു. പിന്നെ അച്ഛൻ എന്താ വരാത്തതെന്ന് താമസിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി അബിയും കൂടെ കയറിപ്പോയതാണ്. കൂടെ കയറിപ്പോയി കഴിഞ്ഞിട്ട് ഇറങ്ങി വരാൻ പറ്റുന്നില്ല. ഇനി എങ്ങനെ ഇറങ്ങി വരും? കുത്തനെ കിടക്കുന്ന മലയാണ്. അങ്ങനെ ആദ്യത്തെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ അങ്ങനെ കയറിപ്പോയി. തിരിച്ചിറങ്ങി വരാൻ വലിയ പാടുപെട്ട്. അപ്പോൾ അതിനകത്തൊരു വലിയ ലേക്കാണ്. അതൊരു ടൂറിസ്റ്റ് അട്രാക്റ്റീവ് പ്ലേസാണ്. ആൾക്കാരിങ്ങനെ കുറേ കയറി പോകുന്നുണ്ട് മുകളിലോട്ട്. പതുക്കെ ചാടി ഇറങ്ങി വരുന്നുണ്ട്. കാലിന് ബലം പിടിച്ചിറങ്ങി വരണം, അല്ലെങ്കിൽ പെട്ടെന്ന് താഴെ എത്തും. അതുപോലെ ഇവിടെ കോൺ കച്ചവടക്കാരും അവരൂരൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ. അങ്ങനെ അബി ഇറങ്ങി താഴെ എത്തിയിട്ടുണ്ട്. ഇത് കുത്തനെ കിടക്കുന്ന ഏറ്റവും 45 ഡിഗ്രി പോലെ. ഇത് വിശാലമായിട്ടൊരു വലിയ ലേക്കാണ് രാജസ്ഥാനിൽ. ഇത് ഹൈവേയുടെ കുറച്ച് മുകളിലാണ്, ഹൈവേ സൈഡിൽ തന്നെയാണ്. കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ കാണാൻ വരുന്നതുകൊണ്ട് ഇപ്പോൾ ഇത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ കച്ചവടക്കാരൊക്കെ ആയി വരുന്നുണ്ട്. കോൺ കച്ചവടക്കാരും ഒക്കെ ഉണ്ട് അവിടെ. വെള്ളം അങ്ങനെ നിർത്തിയേക്കുക. ആൾക്കാർക്ക് നടക്കാനൊക്കെ സ്ഥലമുണ്ട്. അതുകൊണ്ട് നമ്മുടെ വണ്ടി അവിടെ താഴെ കിടപ്പുണ്ട്. ഞങ്ങൾ 2 വണ്ടിക്കകത്തിരിക്കുന്നുണ്ട്. ആൾക്കാർ പിടിച്ച് കയറി വരാൻ കുറച്ച് എളുപ്പമുണ്ട്. പക്ഷേ തിരിച്ചിറങ്ങുമ്പോഴായിരിക്കും പാട് വരുന്നത്. അങ്ങനെ നമ്മൾ വീണ്ടും അവിടുന്ന് യാത്ര തിരിച്ച് ഇനി നമുക്കൊരു 2 മണിക്കൂർ 9 മിനിറ്റ് 121 കിലോമീറ്ററേ ഉള്ളൂ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരാൻ. അപ്പം മഹാരാഷ്ട്രയിൽ നിന്ന് യാത്ര തുടങ്ങിയിട്ട് 3ാമത്തെ ദിവസമാണ് നമ്മൾ തിരിച്ച് രാജസ്ഥാനിൽ എത്തിയത്. അങ്ങനെ നമ്മളൊരു ടോളൊക്കെ കഴിഞ്ഞ് തിരിച്ച് അമ്പലത്തിൻ്റെ അടുത്തോട്ട് എത്താറുള്ള വഴിയായിട്ടുണ്ട്. ഓംബന്ന മന്ദിറിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട് പാലിയിൽ. ഇനി നമുക്ക് അമ്പലത്തിലെ കാഴ്ചകളൊക്കെ കാണാം. അത് നമ്മൾ അമ്പലത്തിൻ്റെ അടുത്ത് എത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇനി അമ്പലത്തിലോട്ടുള്ള വഴി കാണാം. നമ്മൾ വണ്ടി സൈഡിൽ ഒതുക്കിയത് ഫ്രണ്ട്, അത് നേരെയുള്ള വഴിയാണ് ഫ്രണ്ട് കയറി വരാനുള്ളത്. സൈഡിലോട്ട് വണ്ടി ഒതുക്കിക്കൊണ്ട് പിന്നെ ഇതുവഴിയാണ് നമ്മൾ താഴെക്കൂടാണ് നടന്നു പോയത്. അവിടെ കയറി വരാൻ ഒരു ബ്രിഡ്ജൊക്കെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ബ്രിഡ്ജുണ്ട് നേരെ കയറാൻ. ഇപ്പം നമ്മൾ ആൾക്കാർ തൊഴുതിട്ട് ഇറങ്ങി വരുന്ന വഴി കൂടാണ് നമ്മൾ കയറിയത്. ആൾക്കാരെ തെള്ളി വിടാനാണ് അവിടെ അയാൾ കമ്പും കൊണ്ട് നിൽക്കുന്നത്. എന്താണ്ട് അവിടെ മുന്നിലൊരു അഗ്നി കൊണ്ട് ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കും എപ്പോഴും. ആ ആളുടെ ഫോട്ടോയാണ്, ഒരു വിഗ്രഹമാണ് അവിടെ പുറകിൽ വെച്ചിരിക്കുന്നത്. മദ്യക്കുപ്പികളൊക്കെ തിരിച്ചു കൊടുക്കുന്ന ആൾക്കാർക്ക്. നമ്മുടെ കുഞ്ഞൊരു വിളക്കുണ്ടായിരുന്നു അവിടെ കൊടുക്കാൻ.
ബൈക്കിന്റെ കഥ പറഞ്ഞു गाड़ी അങ്ങനെ നമ്മൾ മഹാരാഷ്ട്രയിൽ നിന്ന് യാത്ര തിരിച്ചിട്ട് രാജസ്ഥാനിൽ എത്തിച്ചേർന്നിട്ടിപ്പം 2 വീക്സ് ആവുന്നു. അപ്പം നമ്മുടെ വരുന്ന വഴിയുള്ള വീഡിയോ ഒക്കെ ഇതോടെ തീരുകയാണ് ഇവിടെ. ഇനി ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ കാണാൻ പോകുമ്പോഴുള്ള വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യാം. അപ്പം രാജസ്ഥാനിലെ വിശേഷങ്ങളുമായിട്ടൊക്കെ കൂടുതൽ വീഡിയോകളായിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.